ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ജൂൺ 29, വിക്കിയുടെ 6th മന്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്ന്. ഒക്കെ 6 മാസമായി. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ടൈം പോയത്. എനിക്ക് ഓർക്കാൻ പോലും പറ്റണില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവളുടെ ലൈഫിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ എനിക്ക് ഓർക്കാൻ പറ്റണില്ല. ഐ മീൻ ഇപ്പോൾ പണ്ട് തൊട്ടേ കൂടെ ഉള്ളൊരു ഫീലിംഗാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് 6 മാസമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 6 മാസമായോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഒരു മിക്സ്ഡ് ഇമോഷനാണ് കയറി തന്നെ. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീട്ടിൻ്റെ ബാക്ക് യാർഡിൽ തന്നെയായിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ 6 മണിക്കാണ് ഉറങ്ങിയത്. ഇന്ന് വെളുപ്പിനെ 6 മണിക്കാണ് ഉറങ്ങിയത്. കേക്ക് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. പക്ഷേ കേക്ക് ഭയങ്കര ഫ്ലോപ്പായി. ദെന്നൊക്കെ അവസാന നിമിഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. അപ്പം അവസാന നിമിഷം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ സെയിം കേക്ക് തന്നെയാണ് കൊടുക്കണേ. ചേച്ചി രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. സാധാരണ 11 മണിയാകുമ്പോൾ എണീക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ 9 മണിയായപ്പോഴത്തേക്കും എഴുന്നേറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ 6 മണിയായപ്പോൾ കടന്നിട്ട് ഒരു 9 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റു. പിന്നെ അപ്പു എൻ്റെ ബ്രദറും കസിൻ മണിക്കുട്ടിയും വന്നിട്ടുണ്ട്. പിന്നെ ജോബിയുണ്ട്. അപ്പം നമ്മൾ പുറത്ത് ഡെക്കറേഷൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവർക്ക് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. കാണാൻ അത്യാവശ്യം നല്ല ഭംഗി, ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനിയും കുറേ ആഡീഷൻസ് അതിൻ്റെ അടുത്തേക്ക് വരാനുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുന്നേറ്റിട്ട് ഡൈപ്പറൊക്കെ മാറി ഞാൻ ഇവളെ കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ്. കാരണം എനിക്ക് സാൻഡ്വിച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഡെക്കറേഷൻ കാര്യങ്ങളും എല്ലാവരും എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ തകൃതിയായിട്ട് ഡെക്കറേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ണ് തള്ളി തന്നെ നോക്കുന്നത് കൊണ്ട് ഇവളെന്താണ് ഈ രാവിലെ തന്നെ ചെയ്യുന്നത് എന്നുള്ള മോഡിൽ. യെസ്, തകൃതിയായിട്ട് ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഐ മീൻ വീഡിയോ കേട്ടി പറഞ്ഞല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ നോക്കുമ്പോൾ. ഇതാണ് എൻ്റെ ബ്രദർ എൽദോസ് ചോളെ. അതാണ് എൻ്റെ കസിൻ സിസ്റ്റർ മണിക്കുട്ടി. ഇതാണ് എൻ്റെ ഭർത്താവ് മിസ്റ്റർ ജോബി ജോസ്. വലിയ വില. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഐ മീൻ വീഡിയോ കേട്ടി പറഞ്ഞല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. നല്ലൊരു സംഭവമാണ്. ആറ് മാസമായി നിനക്ക്. ബിഗ് ഗേളായി നീ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്? അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ എന്താണ് പറയുക, സർപ്രൈസ് ഇട്ടിരിക്കുന്നതാണ് കാണും. വിശ്വസിക്കാൻ പറ്റാത്ത എൻ്റെ മകൾ 6 മാസം പ്രായമായി. ഇത് നമ്മുടെ ഇനി ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇനി ബാക്ക് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരണം. നമ്മൾ ഈ ജനലിക്കിട്ടേ കൊടുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ചുറ്റി കറങ്ങി പോകേണ്ടതുകൊണ്ട്. ഞാനിപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് പോയിട്ട് ഇവിടെ കിൻഡർ സീറ്റിലിരുത്തിയിട്ട് എന്തെങ്കിലും കളിക്കാൻ വേണ്ടി കൊടുത്തിട്ട് അടുക്കളയിൽ പോയിട്ട് മറ്റേ ഫിംഗർ സാൻഡ്വിച്ചസ് ഉണ്ടാക്കാനുണ്ട്. അത് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിക്കണേ. ഇരിക്കുമെന്നറിയില്ല, നോക്കാം. ഒന്നിരിക്കാം പ്ലീസ്. എന്ത് പാവ ഇങ്ങനെ കാണുമ്പോൾ. പക്ഷെ ശരിക്കും നല്ല ടെററുകളും. അപ്പോൾ നമ്മളിവിടെ കിച്ചണിലെത്തി. അപ്പോൾ ഞാനിനിപ്പോൾ ഫിംഗർ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ഞാൻ അവിടെ ഓൾറെഡി അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ എന്നിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനൊരു കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് പരിപാടി ചെയ്യാമെന്ന് വിചാരിക്കണേ. ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ഓരോ കപ്പ് കൊടുക്കാമെന്ന് വിചാരിക്കണേ. ഞാനിപ്പോൾ ഫിംഗർ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹാമും ചീസും പിന്നെ ടൊമാറ്റോ ലെറ്റസ് ആണ്. ഞാൻ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി കറി ഫ്ലേവറുള്ള കെച്ചപ്പും പിന്നെ പെസ്തോ സോസും ആണ്. പെസ്തോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ചിൻ്റെ ഒപ്പം. ആക്ച്വലി നിങ്ങൾക്ക് മയണൈസൊക്കെ ഇഷ്ടമാണെങ്കിൽ മയണൈസും കെച്ചപ്പും മാത്രമായാലും സെറ്റായിരിക്കും. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം.
അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു സൈഡ് കെച്ചപ്പ് തേക്കും, ഒരു സൈഡ് പെസ്തോ തേക്കും, പിന്നെ 3 സ്ലൈസ് ഓഫ് ബ്രെഡാണ് യൂസ് ചെയ്യണത്. ഇൻ ബിറ്റ്വീൻ ഞാൻ ടൊമാറ്റോയും ലെറ്റസും ആഡ് ചെയ്യും. ഒരു സൈഡിൽ ഞാൻ ഹാമും ചീസും ആഡ് ചെയ്യും. അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹാം ആഡ് ചെയ്യില്ല, ബാക്കിയെല്ലാം സെയിം പോലെ തന്നെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ടാണ് ഫിംഗർ സാൻഡ്വിച്ച് ആക്കണേ. അപ്പോൾ ഇതെല്ലാം ഞാൻ കറക്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഓൾറെഡി എൻ്റെ കോർണേഴ്സ് എല്ലാം കട്ട് ചെയ്തു. ഞാൻ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് കോർണേഴ്സ് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ സൈഡ് വഴി നോക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാം സെയിം ലൈനിലിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലെറ്റ്യൂസും അതൊക്കെ ഇങ്ങനെ നീണ്ട് ആ ഒരു കറക്റ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അത് കറക്റ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ടൂത്ത് പിക്ക് ഓൾറെഡി കുത്തിയേക്കുന്നതുകൊണ്ട് നമുക്കിനി ഇങ്ങനെ കട്ട് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫിംഗർ സാൻഡ്വിച്ചസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ നല്ല സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ഇനി ഇതുപോലെ എനിക്ക് കുറച്ചധികം ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിംഗർ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ താഴെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയാണ്. നന്നായിട്ടാണ് മണിക്കുട്ടിയെ പോയി ചെയ്തേക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് വന്നേക്കണേ. ഇവിടെയാണ് നമ്മൾ കേക്കും അതുപോലെ തന്നെ കുറച്ച് ടേബിൾ ടോപ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകണേ. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോഴാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കളേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ അടിപൊളി ലുക്കായിരുന്നു. ഹായ് നില. ഇവിടെ ക്രിയേറ്റീവ് സൈഡ്. രാവിലെ മുതൽ പല്ല് പോലും തയ്ക്കാതിരുന്ന് കഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട അടിമക്കണ്ണുകൾ. ഈ സമയപ്പോഴത്തേക്കും ടാൻസിയും ജിപ്സനും പിന്നെ ചിന്നു മിജോണൊക്കെ എത്തി. ചിന്നു ജോബിയുടെ സിസ്റ്ററാണ്, മിജോൺ ചിന്നുൻ്റെ ഹസ്ബൻഡും. ഇവിടെ ടാൻസിയാണ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സമോസ ഉണ്ടായിരുന്നു, സുഹിയൻ ഉണ്ടായിരുന്നു, സ്പ്രിംഗ് റോൾസ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്ര സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി റെഡിയായി. വിക്കീനെയും ഞാൻ റെഡിയാക്കി. ഞാൻ അധികം ടൈമൊന്നും എടുത്തില്ല റെഡി ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും ഒരു മിനിമം ടൈം എടുക്കുമല്ലോ. അപ്പോഴത്തേക്കും അതൊക്കെ എല്ലാ ഫ്രണ്ട്സും വന്നു. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ശ്രീജു, റബിൻ, ജോൺ, നിവിമോള്, ഫിലിപ്പ്, എലിസബത്ത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ അവൾ നാട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ അവളുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ നെയ്ബേഴ്സും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നെയ്ബേഴ്സായിട്ട് ഭയങ്കര കൂട്ടാണ്. അവർക്ക് നമ്മളൊരു ഫാമിലി പോലെയാണ്. അവർക്ക് എല്ലാവർക്കും വിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തു. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഫുൾ ടൈം വിക്കി കേക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇതെന്താണ് ഈ കളർഫുൾ ആയിട്ടുള്ള സാധനം മുമ്പിൽ ഇരിക്കണേന്നുള്ളത്. പക്ഷേ ഭയങ്കര ഫണ്ണി എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എല്ലാവരും കേക്ക് നോക്കിയിരുന്നപ്പോൾ വിക്കി പക്ഷേ ബാക്കി എല്ലാവരും ഇതെന്താണ് ഇങ്ങനെ ഒച്ചെടുക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ കേക്ക് ഞാനും മണിക്കുട്ടിയും കൂടി ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ബേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. മണിക്കുട്ടി നേരെ നാട്ടിൽ വെച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ടൈപ്പ് കേക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആക്ച്വലി ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ കുറേ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി കുറേ ഫസ്റ്റ് കേക്ക്സ് സ്പഞ്ച് ഞങ്ങൾ കളയേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ കേക്കിന് ഭയങ്കര കട്ടി വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രീം ഉണ്ടാക്കാൻ നേരത്തെ ക്രീം ആക്ച്വലി ഭയങ്കരമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടും ഭയങ്കര ക്ലംസി ആയിട്ടും പോകുമായിരുന്നു. അതുപോലെ തന്നെ ഫോണ്ടൻറ്റ് ഉണ്ടാക്കാൻ നേരത്തായിരുന്നെങ്കിലും ഫോണ്ടൻറ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താ പറയണേ, ഈ എലാസ്റ്റിക് ഇല്ലാത്ത ജട്ടി ഊരി പോകുന്ന പോലെ ഈ ഫോണ്ടൻറ്റ് ഇങ്ങനെ ഊരി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വട്ട് പിടിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് 6 മണിക്കാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഈ കേക്കാണ്. പക്ഷേ ഇനി ഞങ്ങൾക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും പരിപാടി വരുമ്പോഴത്തേക്കും നേരത്തെ അഡ്വാൻസ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരുടെ അടുത്തും ഡ്രസ്സിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കളേഴ്സ് വിത്തൗട്ട് എനി പ്രിൻറ്റ്സ് ആയിരുന്നു. അത് ബ്ലാക്കും വൈറ്റും അവോയ്ഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഈ കേക്കിൻ്റെ കുറേ സ്ഥലങ്ങളിൽ കുറേ ഹോൾസ് ഉണ്ട്. അത് ഞാൻ ഈ ബലൂൺസും കേക്ക് ടോപ്പേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. ഫോണ്ടൻ്റ് ആണെങ്കിലും ഇരിക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ഒതുക്കി എടുത്തേക്കുന്നതാണ്. ഇതൊരു ഈവനിങ് സ്നാക്ക് പാർട്ടി ആയിരുന്നു. അപ്പോൾ ഓരോ സ്നാക്കും നമ്മൾ ഓരോ ഫ്രണ്ട്സ് ഉണ്ടാക്കിയതാണ്. പഴംപൊരി, സ്പ്രിംഗ് റോൾസ്, കട്ട്ലറ്റ്, സമോസ, സുഹിയൻ, ഫിംഗർ സാൻഡ്വിച്ച്, പിന്നെ പരിപ്പ് വട, കട്ട്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അപ്പുറത്ത് ഫ്രൂട്ട് സ്ക്യൂവേഴ്സും പിന്നെ ബ്രെഡ് റോൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഓരോരോ ഫ്രണ്ട്സ് ഉണ്ടാക്കിയതാണ്. ഡ്രിങ്ക്സ് നമ്മൾ ഉണ്ടാക്കിയത് ഒരു മൊഹിറ്റോയും പിന്നെ ഒരു പൈനാപ്പിൾ മോക്ടെയിലും ആയിരുന്നു. ഇതാണ് എൻ്റെ ഇവിടുത്തെ നെയ്ബേഴ്സ്. ഇവരെല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാണ്. എസ്പെഷ്യലി സിസിലാണ് ഇപ്പോൾ വിക്കിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നേരെ അപ്സ്റ്റേഴ്സിൽ താമസിക്കുന്നതാണ് സിസിൽ. ഞങ്ങൾ നല്ല ക്ലോസ് ആണ്.
Happy birthday to you. Happy birthday, dear Vicky. Happy birthday to you. Good God bless you. May the good God bless you. May the good God bless you. Happy birthday to you. ഇവിടെ എൻ്റെ നൈബേഴ്സിൻ്റെ അടുത്ത് ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പ് അവരുടെ പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഫോട്ടോസ് എടുക്കുന്നത്. കാരണം നമ്മുടെ ജർമ്മനിയിൽ ഇവിടെ ഒരു പ്രൈവസി കൺസേൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർമിഷൻ ചോദിക്കാതെ ആരുടെയും ഫോട്ടോസ് നമ്മൾ എടുക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ നൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ പെർമിഷനൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇതാണ് റയാൻ ആൻഡ് അക്കായി. ഇതിൽ അക്കായി ആക്ച്വലി വിക്കിയായിട്ട് 2 weeks ഏജ് ഡിഫറൻസേ ഉള്ളൂ. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? Ayer,
ഹായ് ചോദിച്ചാ. ഹായ്. നമ്മുടെ കൊച്ചിന് 6 മാസമായി. എല്ലാം വളരെ പെട്ടെന്നാന്നൊരു ഫീലിംഗ് ഉണ്ട്. ഡെക്കറേഷൻ നല്ലതായിരുന്നു. ഡെക്കറേഷൻ നല്ലായിരുന്നു അല്ലേ? ഭയങ്കര ഫണ്ണായിരുന്നു. ഫൺ ഡെക്കറേഷൻ ആയിരുന്നു. എന്റെ ഇതൊക്കെ എന്റെ പുരുണ്ടോ ബൾബ് പോലെ തിങ്ങണേ. ഹലോ ഗൈസ്, അപ്പോൾ ദിവസത്തെ ഓളം മൊത്തം കഴിഞ്ഞു. കുറേ ഡെക്കറേഷൻ ഡേയ്സ് ഉള്ളതുകൊണ്ട് കുറേ വീഡിയോസ് അയച്ചു. നടന്ന് കാലിന് നല്ല വേദനയുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, ബിരിയാണി ഒക്കെ കഴിച്ചു. എല്ലാവരും പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അകത്തിരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി. ബിക്കോസ് ഇന്ന് സൺഡേ ആണ്, നാളെ എല്ലാവർക്കും ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അധികം നേരം ഇരുന്നിരുന്നാലും ഒരു 9 മണിയൊക്കെ ഇരുന്നോളൂ. അത് കഴിയുമ്പോഴത്തേക്കും പോയി ഇവിടെ ഉറങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. രാത്രിയപ്പോഴത്തേക്കും ഒരാൾ പവർ റേഷ് ആയിട്ടുണ്ട്. ഇത് കിക്കിയുടെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പുറത്തും കുറച്ചുണ്ട്. ഇവിടെ അടിമക്കണ്ണ് അടുക്കളയിൽ ക്ലീനാക്കി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിമക്കണ്ണ് ഇന്നലെ രാത്രി ഉറങ്ങാത്തതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഓൾറെഡി ഒരു പവർ നാപ്പ് 3 മണിക്കൂറൊക്കെ പവർ നാപ്പ് ഒന്നും എടുക്കൂല മനുഷ്യന്മാര്. അപ്പൊ പവർ നാപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ട്രോങ് ആയിട്ട് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിയൊക്കെയാണ് ഈ ബാലാമണി. പിന്നെ നമുക്കൊരു ബാലാമണനുണ്ട്. ബാലാമണൻ അപ്പുറത്ത് എന്താണ്, അപ്പുറത്ത് ക്ലീനിങ് അല്ല മറ്റേ എല്ലാം സൊട്ടി റെഡിയാക്കുവാണ്. ഇവിടെയും കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അടുക്കള മറ്റേ വീട് മൊത്തത്തിൽ മെസ്സാണ്. കാരണം 3 അല്ലാണ്ട് വേറെ പിള്ളേരുണ്ടായിരുന്നു. 3 അല്ല 5 അല്ലാണ്ട് വേറെ പിള്ളേരുണ്ടായിരുന്നു. എന്നിട്ട് ഒരാൾ വിക്കിയുടെ സെയിം ഏജാണ്. ഒരാൾ അവനിപ്പോൾ 2 വയസ്സ്. ബാക്കി 4-5 വയസ്സുള്ള 3 ടീംസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ മൊത്തത്തിൽ കീറി മെഴുത് വീട് ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് ബാലാമണ് ഇത് ഇപ്പോഴേ അയക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ള് അയക്കുകയാണോ അപ്പോൾ? ഓക്കെ, ഇപ്പൊ ഇത് ഫുള്ള് അയച്ച് സെറ്റാക്കുവാണ്. അത് അയക്കുവാണ്. ഏത് മറ്റേ സ്റ്റാൻഡ് മാത്രമാ? ഇനി ഇവിടെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇരിക്കേണ്ടത്. അതായത് ടേബിളും പിന്നെ ബിരിയാണിയുടെ കുറച്ച് പാത്രങ്ങളൊക്കെ. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ്. നില ആക്ച്വലി നമ്മുടെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയൊക്കെ കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട്. എന്നിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നൊരു അടിപൊളി സൂപ്പർ ദിവസമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പരിപാടികളൊക്കെ നടന്നു. ഡെക്കോറൊക്കെ നൈസായിരുന്നു. അത് മണിക്കുട്ടി അപ്പം കൂടെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട്, ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാൾ നന്നായിട്ട് അവരതെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് കാര്യം ഫ്ലോപ്പ് ആവും എന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത്ര ലുക്കൊന്നും വന്നില്ല. പിന്നെ ഫസ്റ്റ് ടൈം ബേക്കേഴ്സിൻ്റെ ഉള്ളൊരു ഇത് വെച്ചിട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊരു വെരി ഹാപ്പി ഡേ ആയിരുന്നു. എല്ലാവരും കൂടെ കൂടി എല്ലാ പിള്ളേരും ഹാപ്പി ആയിട്ടിരുന്നു. എല്ലാവരും കൂടി ഹാപ്പി ആയിട്ടിരുന്നു. വിക്കി ഈസ് ഹാപ്പി, വിക്കീസ് പേരൻസ് ആർ ഹാപ്പി, വിക്കീസ് ആൻറ്റീസ് ആൻഡ് അങ്കിൾസ് ആൻഡ് എവ്രിബഡി ഈസ് ഹാപ്പി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ. ഞങ്ങൾ കിടന്നുറങ്ങട്ടെ.